ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നാം തെറ്റുകളിൽ അകപ്പെടുമ്പോൾ, പാപങ്ങളിൽ വീണു പോകുമ്പോൾ, പാപങ്ങളെ മറികടക്കുവാൻ പരിശ്രമിക്കാതെ പാപങ്ങളെ ന്യായീകരിക്കുകയും ഒരു സാധാരണ സംഭവമായി ചിത്രീകരിക്കുന്നതുമെല്ലാം പാപങ്ങളെ മറികടക്കുവാൻ നമുക്ക് ആഗ്രഹമില്ലാത്തത് കൊണ്ടല്ല, മറിച്ച് പാപങ്ങളെ മറികടക്കുവാൻ നമ്മുടെ സഹനങ്ങളും വേദനകളും ആവശ്യമാണ് എന്നതുകൊണ്ടാണ്. യേശുവിൽ പ്രിയ സഹോദരരെ, എന്നാൽ ഇന്നത്തെ സുവിശേഷത്തിൽ സ്നാപക യോഹന്നാൻ നമ്മോട് പറയുന്നു, മാനസാന്തരത്തിന് ഉതകുന്ന ഫലം പുറപ്പെടുവിക്കുവിൻ. യഥാർത്ഥ മാനസാന്തരം എന്നാൽ വാക്കുകളിലൂടെ നേടിയെടുക്കുവാൻ കഴിയുന്ന ഒന്നല്ല, മറിച്ച് നമ്മുടെ പ്രവൃത്തിയിൽ കാണിക്കേണ്ടതാണ് എന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ സ്നാപക യോഹന്നാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. വിശുദ്ധ വേദപുസ്തകം നാം പരിശോധിക്കുമ്പോൾ വേദപുസ്തകത്തിന്റെ തുടക്കം മുതൽ അവസാനം വരെ നാം കാണുന്നത് ദൈവം നമ്മോട് നടത്തുന്ന അനുതാപത്തിനുള്ള ആഹ്വാനമാണ്. എസെക്കിയേൽ പ്രവാചകന്റെ പുസ്തകം 18-ാം അധ്യായം 30-ാം വാക്യത്തിൽ ദൈവം പറയുന്നു, തിന്മ നിങ്ങളെ നശിപ്പിക്കാതിരിക്കുവാൻ അതിക്രമം ഉപേക്ഷിച്ച് എന്നിലേക്ക് തിരികെ വരുവിൻ. ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2:12 ദൈവം പറയുന്നു, വിലാപത്തോടും പ്രാർത്ഥനയോടും കൂടെ എന്നിലേക്ക് തിരികെ വരുവിൻ. മത്തായിയുടെ സുവിശേഷം 4-ാം അധ്യായം 17-ാം വാക്യത്തിൽ യേശുനാഥൻ തന്റെ ദൗത്യം ആരംഭിക്കുന്നത് അനുതപിക്കുവിൻ, സ്വർഗരാജ്യം സമീപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ്. അപ്പോസ്തല പ്രവർത്തനം 2:38 സ്ലീഹന്മാർ അവരുടെ ദൗത്യം ആരംഭിക്കുന്നതും അനുതപിക്കുവിൻ, പാപമോചനത്തിനായി യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ജ്ഞാനസ്നാനം സ്വീകരിക്കുവിൻ എന്ന് പറഞ്ഞുകൊണ്ടാണ്. യേശുനാഥന്റെ പ്രത്യാഗമനത്തെക്കുറിച്ച് സംശയങ്ങൾ ഉണ്ടാകുമ്പോൾ 2 പത്രോസ് 3:9 പത്രോസ് സ്ലീഹ പറയുന്നത്, കർത്താവ് തന്റെ വാഗ്ദാനങ്ങൾ പാലിക്കുന്നതിൽ കാലതാമസം വരുത്തുന്നില്ല, എന്നാൽ നമ്മിൽ ആരും നശിച്ചു പോകാതെ അനുദപിക്കണമെന്ന് അവിടുന്ന് ആഗ്രഹിക്കുന്നത് കൊണ്ട് ദീർഘക്ഷമ കാണിക്കുന്നുവെന്നേ ഉള്ളൂ എന്നാണ്. വെളിപാടിന്റെ പുസ്തകം 2:5 ദൈവം പറയുന്നത്, നീ എവിടെ നിന്നാണ് അധപതിച്ചതെന്ന് ചിന്തിക്കുക, അനുദപിച്ചുകൊണ്ട് മുൻപത്തെ പ്രവൃത്തികൾ ചെയ്യുവിനെന്നാണ്. ഈ വചനഭാഗങ്ങളെല്ലാം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മെ ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് നയിക്കുവാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത് എന്ന സത്യമാണ്. ആയതിനാൽ പ്രിയ സഹോദരരെ, നമ്മുടെ സ്വാർത്ഥപരമായ ഇഷ്ടങ്ങൾക്ക് വേണ്ടി, ചെറിയ ചെറിയ നൈമിഷിക സുഖങ്ങൾക്ക് വേണ്ടി, നമ്മുടെ തെറ്റായ ലക്ഷ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി പാപങ്ങളിൽ ജീവിക്കാതെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ആത്മാർത്ഥമായ അനുതാപത്തിലേക്ക് കടന്നു ചെല്ലുവാൻ നമുക്കെല്ലാവർക്കും പരിശ്രമിക്കാം. സഭാപ്രസംഗങ്ങളുടെ പുസ്തകം 12:1 നാം വായിക്കുന്നത്, ഒന്നിലും നീ സന്തോഷം കണ്ടെത്തുന്നില്ല എന്ന് കരുതുന്ന ദുർദിനങ്ങൾ വരുന്നതിന് മുമ്പ് നീ നിന്റെ സൃഷ്ടാവായ ദൈവത്തെ സ്മരിക്കുക. ആയതിനാൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ നാം മനസ്സിലാക്കേണ്ടത്, പാപങ്ങളിൽ ജീവിക്കുവാൻ നമുക്ക് എളുപ്പമാണ്, എന്നാൽ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ പാപത്തെ മറികടക്കുവാൻ, മാനസാന്തരപ്പെടുവാൻ നമ്മുടെ സഹനങ്ങളും വേദനകളും ആവശ്യമാണ് എന്ന ബോധ്യത്തോടുകൂടി ദൈവം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനും, ദൈവത്തിന് ഇഷ്ടമില്ലാത്ത കാര്യങ്ങളോട് നമ്മുടെ ജീവിതത്തിൽ നോ പറയുവാനും, അങ്ങനെ ദൈവം ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കുവാനും പരിശ്രമിച്ചുകൊണ്ട് പാപത്തിന് കീഴ്പ്പെടാതെ ആത്മാർത്ഥമായി മാനസാന്തരപ്പെടുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. കാരണം നമുക്ക് സ്വർഗം നേടിത്തരുന്നത് നമ്മുടെ ഹൃദയപൂർവമായ മാനസാന്തരമാണ് എന്ന ബോധ്യം നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരിക്കട്ടെ. ജോൺ പോൾ II മാർപ്പാപ്പ ഇപ്രകാരം പറയുന്നു, എനി പ്രെയർ ഓർ പെനൻസ് ദാറ്റ് ഡസ് നോട്ട് ഗീവ് യു കൺവേർഷൻ ഓഫ് ഹാർട്ട് ഈസ് എ സൂപ്പർസ്റ്റിഷൻ. ഏത് പ്രാർത്ഥനയോ പരിത്യാഗമോ നിന്റെ ഹൃദയത്തെ മാറ്റുന്നില്ലെങ്കിൽ അത് വെറും അന്ധവിശ്വാസം മാത്രമാണ്. ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ വാക്കുകളിൽ മാനസാന്തരം നേടിയെടുക്കാതെ നമ്മുടെ പ്രവൃത്തികളിലൂടെ മാനസാന്തരപ്പെടുന്നവരായി നമുക്ക് മാറാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ഒരധ്യായം സുവിശേഷം വായിച്ചുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുക. രണ്ടാമതായി, ജീവിത വിശുദ്ധിയിൽ ജീവിക്കുവാനായിട്ട് ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഈ വചന ശുശ്രൂഷ മറ്റുള്ളവരിലേക്കും പങ്കുവെക്കുക നിങ്ങൾ പരിശ്രമിക്കണമെന്ന് ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും നിങ്ങൾ ഉത്സാഹം കാണിക്കണമെന്നും ഞാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നു. ഇന്നത്തെ സുവിശേഷത്തിന്റെ വെളിച്ചത്തിൽ ജീവിക്കുവാൻ പരിശുദ്ധമ്മയോട് ചേർന്നുകൊണ്ട് ഒരു രഹസ്യം ജപമാല ചൊല്ലി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കുകയും ചെയ്യാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.